ഈ ഫാറ്റിൽ ഗുഡ് ഫാറ്റും ഉണ്ട് ബാഡ് ഫാറ്റും ഉണ്ട്. അപ്പം നമ്മുടെ ഈ കോക്കനട്ട് ഓയിൽ, പിന്നെ ബട്ടർ, ചീസ്, ഇതൊക്കെ ഏത് ഇതിൽ വരും? ഗുഡാണോ ബാഡാണോ? കോക്കനട്ട് ഓയിൽ, ഗീ, അതിലൊക്കെ ഗുഡ് ഫാറ്റ് വരുന്നുണ്ട്. കോക്കനട്ട് ഓയിൽ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് സാധനമാണെങ്കിലും അമിതമായി പോയാലാണ് പ്രശ്നം. അത് മിതമായിട്ട്, ഇപ്പോൾ കോക്കനട്ട് ഓയിലിൽ തന്നെ നമുക്ക് ഡൈജഷന് സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ കോക്കനട്ട് ഓയിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ്. കോക്കനട്ട് ഓയിൽ പക്ഷെ ഡെയിലി നമ്മളൊരു 2-3 ടേബിൾ സ്പൂണിൽ കൂടാൻ പാടില്ല. അത് ശ്രദ്ധിച്ചാൽ മതി. ഒരുപാടായിട്ടുണ്ടെങ്കിൽ LDL കൊളസ്ട്രോള് കൂടുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് കോക്കനട്ട് ഓയിൽ ഒരുപാട് യൂസ് ചെയ്യാതിരുന്നാൽ മതി, മിതമായിട്ട് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ നെയ്യാണെങ്കിലും നെയ്യിലും ഗുഡ് ഫാറ്റാണുള്ളത്. അപ്പോൾ നെയ്യ് ഭയങ്കര നല്ലതാണ് നമ്മുടെ ഗട്ട് ഹെൽത്തിനൊക്കെ. രാവിലെ 1 സ്പൂൺ നെയ്യ് ഇച്ചിരി വെള്ളത്തിൽ കുടിക്കുകയാണെങ്കിൽ ഗട്ട് ഹെൽത്തൊക്കെ നല്ല പെർഫെക്റ്റ് ആവും, സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവും. അത് നല്ലതാണ് നെയ്യ് കഴിക്കുന്നത്. നെയ്യ് ഈ പറഞ്ഞ പോലെ തന്നെയാണ്, നമ്മളൊരു 1 അല്ലെങ്കിൽ 2 ടീസ്പൂൺ. കോക്കനട്ട് ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ, 2-3 ടേബിൾ സ്പൂൺ. നെയ്യാണെങ്കിൽ ടീസ്പൂൺ കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അതുപോലെ ബട്ടർ ആണെങ്കിലും മോഡറേറ്റ് ആയിട്ട് ചെറിയ ഒരളവിൽ കഴിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. ബട്ട് ഈ പറയുന്ന സാധനം ഇപ്പം ചീസാണെങ്കിലും ഒരു 30 ഗ്രാം വരെ നമുക്ക് ഡെയിലി കഴിക്കാം. അതിൽ ദോഷമൊന്നുമില്ല. അതിൽ നല്ല കാൽഷ്യം ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട് ചീസിൽ. അതുകൊണ്ട് അതൊക്കെ കുറേശ്ശെ കഴിക്കുന്നതല്ല, ഇതൊക്കെ അളവിൽ കൂടണം. പിന്നെ ഈ ബട്ടറും ചീസും കഴിക്കുമ്പം അൺപ്രോസസ്ഡ് ആയിട്ടുള്ള കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് പ്രോസസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ അതും പ്രശ്നമാണ്. ചീസാകുമ്പോൾ നമുക്ക് ഈ മൊസറല്ല ചീസാണ് ബെസ്റ്റ്. ഈ സോൾട്ട് ഇല്ലാത്ത ബട്ടറും നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം.